ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14 മുതൽ വാക്യങ്ങൾ. ദൈവകൃപ നിരസിച്ചാൽ എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. വചനത്തിൽ തന്നെ നല്ല വ്യക്തമാണ്. വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ദൈവത്തെ ദർശിക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുവേണ്ടി നാം ചെയ്യേണ്ട കാര്യം എല്ലാവരോടും സമാധാനത്തിൽ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധി എന്ന് പറയുന്നത് ഈക്വൽ ടു സമാധാനം. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. അങ്ങനെയാണെങ്കിൽ വിശുദ്ധിയില്ലെങ്കിൽ നമുക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്? നമുക്ക് ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടും. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. വിദ്വേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളോട് ദേഷ്യം തോന്നുക. അതൊരു പക്ഷേ നമ്മുടെ കുറ്റം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, നിങ്ങൾക്ക് കോപിക്കാം, പക്ഷേ നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതിന് ശേഷവും നീണ്ടു പോകരുത്. അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആരുടെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിലും നമ്മളത് മാറ്റിക്കളയണം. വിദ്വേഷം എന്ന് പറയുന്നത് ഒരു വിത്താണ്. അതവിടെ കിടന്നു കഴിഞ്ഞാൽ അതവിടെ കിടക്കും തോറും വേര് പ്രാപിക്കൊണ്ടിരിക്കും. ആ വേര് വളരുന്നതനുസരിച്ച് അത് അത്രയും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ വിദ്വേഷം മൂലം ആരും അശുദ്ധരാകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ വിദ്വേഷം നമ്മളിലുണ്ടെങ്കിലും നമ്മൾ അശുദ്ധരായി തീരും. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ ദർശിക്കാൻ നമ്മൾ എന്തായിട്ടിരിക്കണം എന്നാണ് ദൈവം പറഞ്ഞത്? വിശുദ്ധരായിരിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കണം. അപ്പോൾ നമ്മൾക്ക് ഒരു നേരത്തെ ദേഷ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ആ ദേഷ്യം ഉണ്ടാകുമ്പോൾ നമ്മൾക്കുള്ളിലുള്ള ഒരു പ്രശ്നം അത് നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ദൈവം അതിനൊരു ഉദാഹരണം പറയുവാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ആരും അസന്മാർഗികയോ അധാർമികനോ ആകരുത്. പിന്നീട് അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാം. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. അപ്പോൾ ഏസാവും ഏസാവിൻ്റെ അനിയനും തമ്മിലുള്ള ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ഏസാവിന് നന്നായിട്ട് വിശന്നു. അപ്പോൾ അനിയൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭക്ഷണം ചോദിച്ചു. അനിയൻ എന്ത് പറഞ്ഞു? ഏസാവാണ് മൂത്തത്. അപ്പോൾ ഏസാവിൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം, അവൻ മൂത്തവനായിരുന്നത് കൊണ്ട് തന്നെ അവൻ ആദ്യം ജനിച്ചതിന് അവനൊരു അവകാശം ഉണ്ടായിരുന്നു. ആ അവകാശം എനിക്ക് തരുവാണെങ്കിൽ ഞാൻ ഭക്ഷണം തരാമെന്ന് ആണ് അനിയൻ സംസാരിച്ചത്. അപ്പോൾ ഏസാവിന് ആ ഒരു നേരത്തെ ആ വിശപ്പ് സഹിക്കാൻ പറ്റാതിരുന്നത് കൊണ്ട് അവൻ്റെ വലിയ ഒരു പുത്രസ്ഥാനമാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അത് പിന്നീട് അവൻ കണ്ണീരോടെ അത് ആഗ്രഹിക്കുന്നുണ്ട്, അത് തിരിച്ചു കിട്ടണമെന്ന്. പക്ഷേ അപ്പോൾ അത് അനുദപിക്കാനോ അല്ലെങ്കിൽ അത് തിരിച്ചു കിട്ടാനോ അവന് അവസരം ലഭിച്ചില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അപ്പം ഉണ്ടാകുന്ന ആ ഒരു സംഘർഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീർച്ചയായിട്ടും എല്ലാവരോടും വഴക്ക്. ചിലപ്പോൾ ആവശ്യമുള്ളതായിരിക്കാം, ചിലപ്പോൾ ആവശ്യമില്ലാത്ത ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും സമാധാനം സ്ഥാപിക്കേണ്ട ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പരിശ്രമിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളോട് പറയുവാണ്. ഞാനിവിടുന്ന് പോയാലും, യേശു പറയുവാണ്, ഇവിടുന്ന് പോകുന്നതിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്കൊരു സഹായകനെ ഞാൻ നൽകുന്നു. അതാണ് പരിശുദ്ധാത്മാവ്. നമ്മളുടെ ബലഹീനതയിൽ ആത്മാവ് തന്നെ നമ്മെ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ബലഹീനതയുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അത് നമ്മൾ ആഗ്രഹിക്കുക, ഒരു സമാധാനം നിലനിർത്തണം അല്ലെങ്കിൽ എല്ലാവരോടും സ്നേഹത്തിലായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. കാരണം ദൈവം നമുക്ക് വേണ്ടി തന്നിട്ടുള്ള സഹായകനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് സ്നേഹം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത. അപ്പോൾ നമ്മൾക്ക് പരിശുദ്ധാത്മാവ് നമ്മൾ വന്ന് നിറയുമ്പോൾ നമ്മളുടെ സ്വാഭാവികമായിട്ടും ഈ ഗുണങ്ങളെല്ലാം നമ്മളിൽ വന്ന് നിറയും. അപ്പോൾ നമ്മൾ ബലഹീനരാണെങ്കിൽ നമ്മളുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഈ ഭൂമി കടന്നു പോവും, ആകാശം കടന്നു പോവും, പക്ഷേ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല. അപ്പോൾ ദൈവം നമ്മളോട് പറഞ്ഞേക്കുവാണ്, നിങ്ങളുടെ ബലഹീനതയിൽ നിങ്ങളെ സഹായിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് നമുക്ക് സമാധാനം നിലനിർത്തേണ്ട ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവം പറയുവാണ്, നമ്മൾ എവിടെയാണ് ആയിരിക്കുന്നത്? സ്പർശിക്കാവുന്ന വസ്തുവിനെയോ എരിയുന്ന അഗ്നിയെയോ അന്ധകാരത്തെയോ കാർമേഘത്തെയോ ചുഴലിക്കാറ്റിനെയോ കാഹളധ്വനിയെയോ ഇനി അരുതേ എന്ന് കേട്ടവരെ കൊണ്ട് പറയിക്കുന്ന വാക്കുകളുടെ മുഴക്കത്തെയോ അല്ല നിങ്ങൾ സമീപിക്കുന്നത്. മലയെ സമീപിക്കുന്നത് ഒരു മൃഗമാണെങ്കിൽ പോലും അതിനെ കല്ലെറിയണം എന്ന കൽപ്പന അവർക്ക് ദുസ്സഹമായിരുന്നു. ഞാൻ ഭയം കൊണ്ട് വിറയ്ക്കുന്നു എന്ന് മോശ പറയത്തക്ക വിധം അത്ര ഭയങ്കരമായിരുന്നു ആ കാഴ്ച. നമ്മൾ ഇന്ന് ആയിരിക്കുന്ന
സവിധം. നമ്മൾ ഇന്ന് എവിടെയാണ് ആയിരിക്കുന്നത്? നമ്മൾ സഭയിലെ അംഗങ്ങളായതുവഴി നമ്മളായിരിക്കുന്നത് സ്വർഗീയ ജെറൂസലേമിലാണ്. സ്വർഗീയ ജെറൂസലേം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവമാണ് ഈ ഭൂമിയും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ചത്. ആ സൃഷ്ടവസ്തുക്കൾ തന്നെ അഗ്നി, ചുഴലിക്കാറ്റ്, കാർമേഘം, അല്ലെങ്കിൽ ഭൂമി, ആകാശം എന്നെല്ലാം പറയുന്നത് നമ്മൾക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റാത്തത്ര ദൂരത്തോ അല്ലെങ്കിൽ നമ്മളുടെ കൺട്രോളിലോ ഉള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഇതെല്ലാം സൃഷ്ടിച്ചവൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ ഒരു പിതാവായ ദൈവത്തിൻ്റെ സവിധത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ആ സവിധത്തിലായത്? നമ്മൾ സഭയിൽ ജ്ഞാനസ്നാനം വഴി ദൈവത്തിൻ്റെ സ്വർഗീയ ജെറൂസലേമിലെ അംഗമായി തീർന്നു. ആ സ്വർഗീയ ജെറൂസലേമിൽ ആരാമാണുള്ളത്? ജീവിക്കുന്ന ദൈവത്തിൻ്റെ നഗരമാണ് സ്വർഗീയ ജെറൂസലേം. അവിടെ ആരാ ഉള്ളത്? അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്ക്. അതേപോലെ തന്നെ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതരുടെ, നമ്മൾക്ക് മുൻപേ ഉണ്ടായിരുന്ന ആദ്യജാതരുടെ സമൂഹത്തിലേക്ക്, സഭയിലേക്കും, എല്ലാവരുടെയും ദൈവമായ ന്യായാധിപൻ്റെ മുൻപിലേക്കും, എല്ലാവരുടെയും ദൈവത്തിൻ്റെ മുമ്പിലേക്ക്, അതേപോലെ തന്നെ ന്യായാധിപൻ്റെ മുൻപിലേക്കും, പരിപൂർണരാകപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും, ഇവിടെ ഇതെല്ലാം ജീവിച്ച് നീതിമാന്മാരായി മരിച്ച അവരുടെ ആത്മാക്കളുടെ അടുത്തേക്കുമാണ്. അങ്ങനെ എല്ലാവരും ഉള്ള ഒരു സഭയിലും ഒരു രാജ്യത്തും സ്വർഗീയ ജെറൂസലേമിലാണ് നമ്മളായിരിക്കുന്നത്. അവിടുത്തെ മധ്യസ്ഥൻ ആരാണ്? പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിൻ്റെ സവിധത്തിലേക്കും ആബേലിൻ്റെ രക്തത്തേക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നമുക്ക് മോശ വഴി 10 കൽപ്പനകൾ തന്നിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ കൽപ്പന എന്താണ്? നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. അത് കഴിഞ്ഞിട്ട് 9 കൽപ്പനകളോട് ദൈവം പറഞ്ഞു. അത് യേശു നമ്മളുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യേശു എന്ത് പറഞ്ഞു? യേശുവിൻ്റെ രക്തം ചിന്തി യേശു പുതിയൊരു ഉടമ്പടി ഉണ്ടാക്കി. അപ്പോൾ ആ പഴയ കൽപ്പനകളൊന്നും വന്നിട്ടില്ല. പക്ഷേ ദൈവം അതിനെ ചുരുക്കി 2 പറഞ്ഞു. നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. അതേപോലെ തന്നെ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന ഒരേ ഒരു കൽപ്പനയിൽ എല്ലാം സംഗ്രഹിച്ചിരിക്കുന്നു. അതായത് ഈ ബാക്കിയുള്ള 9 എണ്ണവും നമ്മളിൽ സ്നേഹം ഉണ്ടെങ്കിൽ ഈ 9 എണ്ണവും നമ്മൾ പാലിക്കും. ദൈവത്തിൻ്റെ സ്ഥാനത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയിൽ ഒരു മാറ്റവും ഇല്ല. അത് ദൈവം തന്നെയാണ്. ബാക്കി 9 കാര്യം പറഞ്ഞതിൽ ദൈവം അതിനെല്ലാത്തിനെയും കൂടി ഏകീകരിച്ച് ഒന്നായിട്ട് പറഞ്ഞു. നമ്മളിൽ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാത്തിനെയും അതിജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിൽ സ്നേഹം ഉണ്ടായിരിക്കണം. അപ്പോൾ ദൈവം ആ കൽപ്പനകളെല്ലാം ഉറപ്പിക്കുകയാണ് ചെയ്തത്. ഈ ഒരു പുതിയ ഉടമ്പടി ദൈവം സൃഷ്ടിച്ചത് ഏതിലൂടെയാണ്? യേശുവിൻ്റെ തന്നെ രക്തം ചിന്തിയാണ് ആ ഒരു ഉടമ്പടി നമ്മൾക്ക് സാധിച്ചു തന്നത്. അങ്ങനെ നമ്മൾ ഈ ദൈവം പറയുന്ന രീതിയിൽ എല്ലാവരോടും സ്നേഹത്തിലായിരിക്കുകയും കർത്താവായ ദൈവത്തിൽ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളും യേശുവിൻ്റെ നഗരത്തിൽ സ്വർഗീയ ജെറൂസലേമിലെ അംഗങ്ങളായി തീരും. അപ്പോൾ ഇത്രയും വിശുദ്ധമായ ഒരു സഭയിലെ അംഗങ്ങളായിരിക്കുന്ന നാമും അതേപോലെ തന്നെ വിശുദ്ധരായിരിക്കണം. അതുകൊണ്ടാണ് ദൈവം നമ്മളോട് പറഞ്ഞത് എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കാൻ വേണ്ടിയിട്ട്. ദൈവം തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുകയാണ്, സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചവർ രക്ഷപ്പെടുകയില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചവനെ നാം തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക കൂടുതൽ പ്രയാസമാണ്. അതായത് ഇവിടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരായിട്ട് കുറേ മക്കളുണ്ട്. അവർ നമ്മളോട് ദൈവത്തിൻ്റെ വചനങ്ങൾ പറയുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെയെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ തന്നെ നമ്മൾ നിരസിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുകയില്ലെങ്കിൽ, ദൈവം നമ്മളോട് നേരെ സംസാരിച്ച കാര്യങ്ങൾ അത് നമ്മൾ തിരസ്കരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടുക വളരെ പ്രയാസമാണ്. അന്ന് അവൻ്റെ സ്വരം ഭൂമിയെ ഇളക്കി. എന്നാൽ ഇനിയും ഒരിക്കൽ കൂടി ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് ഇപ്പോൾ അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇനി ഒരിക്കൽ കൂടി എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് ഇളക്കപ്പെട്ടവ, സൃഷ്ടിക്കപ്പെട്ടവ നീക്കം ചെയ്യപ്പെടുമെന്നതാണ്. അപ്പോൾ ദൈവമാണ് ഈ ഭൂമിയും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ മരണസമയത്ത് നമ്മൾ കാണുന്നുണ്ട്, ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇനി ഒരിക്കൽ കൂടി ദൈവം സൃഷ്ടിച്ചവയെല്ലാം ഇളക്കപ്പെടും. അത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ എല്ലാം സംഭവിക്കും. സൃഷ്ടിക്കപ്പെട്ടവയെല്ലാം ഇളക്കപ്പെടേണ്ടതാണ്, നീക്കം ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം എന്നും നിലനിൽക്കും. അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളോട് പറയുകയാണ്, ഇളക്കപ്പെടാൻ പാടില്ലാത്തവ നിലനിൽക്കാൻ വേണ്ടിയാണിത്. നമ്മളോട് ഇതെല്ലാം സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
ഇതെല്ലാം ഇളക്കപ്പെടാതെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. സുസ്ഥിരമായൊരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. നമുക്ക് ഈ ആകാശവും ഭൂമിയും അതിലെ സമസ്തവും മാറ്റപ്പെടും, പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റം വരില്ല. അപ്പം നമ്മളിന്ന് ഒരു സമൂഹത്തിലെ അംഗമാണ്. സഭയിലൂടെ നമ്മൾ പുതിയ ജെറൂസലേമിലെ അംഗമായി. അങ്ങനെയാണെങ്കിൽ ആ അംഗത്വം സ്വീകരിച്ച പുതിയ ജെറൂസലേമിൽ നിന്ന് നമ്മൾ നീക്കപ്പെടരുത്. ദൈവത്തിൻ്റെ സവിധത്തിൽ നിന്നും നമ്മൾ ചെയ്യപ്പെടരുത്. അങ്ങനെ ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയൊരു കാര്യമാണ്, ദൈവത്തിൻ്റെ വചനം പറയുവാണ്, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തൻ, അനേക കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കും. നമ്മൾക്ക് ഒരു വിദ്വേഷം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ദേഷ്യം, പക, വാശി, വൈരാഗ്യം ഇതെല്ലാം നമ്മൾക്ക് തോന്നുമ്പോൾ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ സവിധത്തിൽ നമ്മളായിരിക്കണമെങ്കിൽ നമ്മളത്ര വിശുദ്ധരായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞ കാര്യം വിശുദ്ധമായവ വിശുദ്ധിയോട് ചെയ്യുന്നവർ വിശുദ്ധരായി തീരും. അപ്പോൾ നമ്മൾ ദൈവം പറഞ്ഞത് വിശുദ്ധമായിട്ട് തന്നെ ചെയ്താൽ മാത്രമാണ് ദൈവത്തിൻ്റെ സവിധത്തിൽ നമ്മളായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളായിരിക്കുന്ന രാജ്യം നിലനിൽക്കണമെങ്കിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്ത്യാദരങ്ങളോടെ സമർപ്പിക്കുക. കാരണം ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അപ്പോൾ ദൈവത്തിന് ആരാധന സമർപ്പിക്കാനാണ് നമ്മൾ ദേവാലയത്തിൽ ബലി അർപ്പിക്കാറുണ്ട്. അതും ഒരു ബലിയാണ്. അപ്പോൾ ദൈവം പറയുവാണ്, ദൈവത്തിന് ആരാധന എങ്ങനെയാണ്? ആരാധന നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഭംഗിയായിട്ട് ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിക്കാൻ പറ്റി അത് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ ദൈവത്തിനോടുള്ള ഒരു ആരാധനയാണ്. അപ്പോൾ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഇപ്പോൾ ബാറൂക്കിൻ്റെ സക്രിയ 2:5 പറയുന്നു, ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്തമമായിരിക്കും. ഏതാണ് അത്? അതിനു ചുറ്റും ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. കോട്ട എന്ന് പറയുന്നത് സംരക്ഷണം നൽകുന്ന ഒന്നാണ്. ഈ കോട്ട എന്ന് പറയുന്നത് ജെറൂസലേമിന് സംരക്ഷണം നൽകുന്നു എന്ന് പുതിയ ജെറൂസലേം ആരുമില്ലാതെ കിടക്കുന്ന ഒരു കോട്ടയില്ലാതെ അതിരുകളില്ലാതെ കിടക്കുന്നു എന്ന് അതിന് മുമ്പിൽ പറഞ്ഞിട്ടാണ് ദൈവം പറയുന്നത്. അതിനെ അങ്ങനെ ഞാൻ വെറുതെ വിടൂല, ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും എന്ന് ദൈവം വചനത്തിലൂടെ പറഞ്ഞു. അപ്പോൾ അഗ്നിക്ക് 2 കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞു. ആദ്യം ദൈവം പറഞ്ഞ എന്താണ്? സക്രിയ 2:5 പറഞ്ഞു, ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയാണ്. ഇവിടെ ദൈവം നമ്മളോട് പറയുകയാണ്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അപ്പോൾ അഗ്നിക്ക് 2 ഗുണങ്ങൾ അവിടെ ഉണ്ട്. എന്താണ്? അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുകയും ചെയ്യും, അഗ്നിയിൽ തന്നെ നമുക്ക് സംരക്ഷണം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ കർത്താവിന് സ്വർണ്ണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ തന്നെ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും. അപ്പോൾ അഗ്നിയിൽ വിലകെട്ടവ നമ്മളിലുണ്ടെങ്കിൽ ആ വിലകെട്ടവ നീക്കാൻ വേണ്ടി നമ്മൾ അഗ്നിയിൽ വീഴപ്പെടും. ആ അഗ്നിയിലൂടെ നമ്മളുടെ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം നീക്കം ചെയ്ത് ദൈവം ശുദ്ധിയുള്ളവരാക്കും. അപ്പോൾ നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ടാണ് നമ്മൾ അഗ്നിയിൽ ദഹിക്കണോ അല്ലെങ്കിൽ അഗ്നി നമുക്ക് സംരക്ഷണമായി മാറണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ പ്രവൃത്തികൾ തന്നെയാണ്. അപ്പോൾ ദൈവം നമുക്ക് ദഹിപ്പിക്കുന്ന അഗ്നി ആവാതെ നമ്മൾക്ക് സംരക്ഷണം നൽകുന്ന കോട്ടയായിട്ട് മാറട്ടെ. ദൈവം നമ്മളെ അതിനെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ബലഹീനരാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. ഞാനും നിങ്ങളും ബലഹീനരാവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ ദൈവത്തോട് ആയിരിക്കുന്ന അവസ്ഥയിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും തീർച്ചയായിട്ടും സഹായിക്കട്ടെ. അപ്പോൾ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അപ്പോൾ ദഹിപ്പിക്കുന്ന അഗ്നിയിൽ വീഴുന്ന ദൈവം ആരെയും ഉപദ്രവിക്കുകയോ ഒരു തിന്മയും നമുക്ക് വരുത്തുകയോ ചെയ്യുന്നില്ല. നമ്മളുടെ പ്രവൃത്തികളാണ് നമ്മളെ അതിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സവിധത്തിൽ നമ്മളായിരിക്കണമെങ്കിൽ നമ്മൾ ശുദ്ധിയുള്ളവരായിരിക്കണം. അപ്പോൾ നമ്മളുടെ വിലകെട്ടവ ഉണ്ടെങ്കിൽ ഈ അഗ്നിയിൽ നമ്മൾ ദഹിച്ച് നമ്മുടെ വിലകെട്ടവ നീക്കം ചെയ്താൽ മാത്രമാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വിലയുള്ളവരായിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം ദൈവം നമ്മളോട് പറഞ്ഞ വാക്കുകൾ കേട്ട് നമ്മൾ അതനുസരിച്ച് പെരുമാറുകയാണെങ്കിൽ നമുക്ക് ദൈവം കോട്ട തരുന്ന സക്രിയ 2:5 പറയുന്ന പോലെ, ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. പുതിയ ജെറൂസലേമിലെ ദൈവത്തിൻ്റെ സവിധത്തിൽ ദൈവമായി പറഞ്ഞതുപോലെ ആയിരിക്കാൻ നമ്മൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. ആമേൻ.